പരിശുദ്ധ അമ്മയുടെ രണ്ട് പ്രധാനപ്പെട്ട അത്ഭുത രൂപങ്ങളാണ് ഈ ഒരു ബസിലിക്ക ദേവാലയത്തിൽ ഉള്ളത്. ഇപ്പോൾ എൻ്റെ പുറകിൽ കണ്ട ഞാനിപ്പോൾ നേരത്തെ പ്രാർത്ഥിച്ച ആ പരിശുദ്ധ അമ്മയുടെ രൂപം 1832 അന്നുണ്ടായിരുന്ന ആ ഒരു കാണിക്കമാത ദേവാലയത്തിലുണ്ടായിരുന്ന രൂപമാണ്. പിന്നീട് ഇവിടെ നടന്ന വലിയൊരു വർഗീയ കലാപത്തിൽ ആ ദേവാലയം നശിപ്പിക്കപ്പെട്ടു. പക്ഷേ അന്ന് ഈ പരിശുദ്ധ അമ്മയുടെ ഒരു കുഞ്ഞു രൂപം അൾത്താരയിലുണ്ടായിരുന്നു. ആ രൂപത്തെ ആക്രമിക്കാൻ വന്ന ആളുകൾക്ക് ആ രൂപത്തെ തൊട്ടപ്പോഴേക്കും അവരുടെ കണ്ണുകൾ അന്ധമായി, കാഴ്ചശക്തി അവർക്ക് നഷ്ടമായി എന്നതാണ്. തുടർന്ന് അവർക്ക് ആ ദേവാലയത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ പോലും സാധിക്കാത്ത തരത്തിൽ മാറി. അങ്ങനെ വലിയൊരു അത്ഭുതം സംഭവിച്ച ഒരു രൂപമാണ്. ആ രൂപം ഇപ്പോഴും ഈ ഒരു ദേവാലയത്തിൽ ഒരു ഗ്രോട്ടോയിൽ അത് മനോഹരമായി വെച്ചിരിക്കുന്നു. ഒരുപാട് വിശ്വാസികളാണ് തിരിയും ആ പൂക്കളുമായി ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയുടെ അത്ഭുത രൂപത്തിൽ ആ പൂക്കൾ തൊട്ട് അതിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ചു പോകുന്നത്. മറ്റൊന്ന്, രണ്ടാമത്തെ പരിശുദ്ധ അമ്മയുടെ രൂപം. രണ്ടാമത്തെ രൂപമാണ് തൊട്ടപ്പുറത്ത് ചാപ്പലിൽ സ്ഥിതി ചെയ്യുന്നത്. അത് കുറച്ചുകൂടി വലിയ രൂപമാണ്. അതാണ് അടുത്ത അത്ഭുതം. In this basilica, there are two important statues that pilgrims should know. One is a small statue placed in the center of the shrine, and it is a miraculous statue. In 1834, there was a small riot in this place, and the miscreants wants the statues to be completely destroyed. But then Mother Mary worked wonders and miracle, and all those who came to destroy the statue were blinded, and therefore they were afraid to touch the statue. So that is why we retain the statue, and all the faithful who walk into the church, they go to the miraculous statue, the small in size, and they offer their prayers. പതിനേഴാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിലെ ജിഞ്ചിയിൽ നിന്നും ഇവിടെ എത്തിയ കുടിയേറ്റ കർഷകരാണ് ഈ ഒരു പ്രദേശത്ത് ഇവിടെ ഓല മേഞ്ഞ ഒരു ചാപ്പൽ തങ്ങളുടെ ആത്മീയ ആവശ്യങ്ങൾ നിർവഹിക്കുന്നതിന് വേണ്ടി അവർ നിർമ്മിച്ചത്. തുടർന്ന് അവർ പ്രാർത്ഥനയും കാര്യങ്ങളും ഇവിടെ നടത്തിപ്പോന്നു. അവർ കൃഷി ചെയ്തിരുന്നത് വെള്ള അരി ആയതുകൊണ്ട് ഈ ഒരു പള്ളിക്ക്, ഈ ഒരു സ്ഥലത്തിന് വെള്ളരിപ്പാടം അല്ലെങ്കിൽ ബിലി അക്കി പള്ളി എന്നൊരു പേര് വീണു. പിന്നീട് അത് പറഞ്ഞ് ബ്ലാക്ക് പള്ളി എന്ന പേരിലും ആയി. തുടർന്ന് ആണ് 1800കളിൽ ഇവിടെ ഒരു തർക്കം ഉണ്ടാകുകയും തുടർന്ന് ഈ ഒരു ദേവാലയം നശിപ്പിക്കപ്പെടുകയും ചെയ്യുകയായിരുന്നു. ഈ ഒരു സെൻറ്റ് മേരീസ് ബസിലിക്കയിലെ അത്ഭുത മാതാവിൻ്റെ രൂപമാണ് ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു മാതാവിൻ്റെ അത്ഭുതത്തിൻ്റെ പിന്നിൽ വരുന്ന ചരിത്രം എങ്ങനെയാണ്? 1832 ആ ഒരു സമയത്ത് ഇവിടെ ഒരു വർഗീയ കലാപം വരികയും ആ കലാപത്തിൻ്റെ ഭാഗമായി ഈ ഒരു ദേവാലയം അവിടെ നശിപ്പിക്കപ്പെടുകയും ചെയ്തു. തുടർന്ന് 1832 പുതിയൊരു ദേവാലയം പണിയുകയും ആ ദേവാലയത്തിലേക്ക് ആ പഴയ അൾത്താരയിലെ ഈ കാണുന്ന മാതാവിൻ്റെ രൂപം അവിടെ നിന്ന് മാറ്റുവാൻ ശ്രമിച്ചു. എന്നാൽ അന്ന് അവിടുത്തെ തൊഴിലാളികൾക്ക് ആ മാതാവിൻ്റെ രൂപം ഒരു ഇഞ്ച് പോലും അവിടെ നിന്ന് അനക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ അനക്കാനാവാത്ത ആ ഒരു പ്രതിമ, ആ ഒരു രൂപം അത് അത്ഭുത രൂപമായി മാറുകയും മാതാവിന് ഇവിടെയാണ് ഇരിക്കാൻ ആഗ്രഹം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ രൂപം ഇവിടെ തന്നെ സ്ഥാപിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ നിരവധി വിശ്വാസികളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന പോലെ ഈ ഒരു മാതാവിൻ്റെ രൂപത്തിൻ്റെ പിന്നിൽ വന്ന് പ്രാർത്ഥിക്കുകയും അനുഗ്രഹങ്ങൾ യാചിക്കുകയും ചെയ്യുന്നത്. മാതാവിനെ സാരി ഉടുപ്പിച്ചാണ്, മനോഹരമായി സാരി ഉടുപ്പിച്ച് ഭാരതീയ ശൈലിയിൽ തന്നെയാണ് ഈ ഒരു മാതാവിൻ്റെ രൂപം ഇവിടെ പ്രതിഷ്ഠിച്ചിരിക്കുന്നതും. അത്തരത്തിൽ വലിയൊരു അത്ഭുതത്തിൻ്റെ ഒരു കഥയും ഈ ഒരു മാതാവിൻ്റെ പിന്നിൽ ഉണ്ട്. ബാംഗ്ലൂരുകാർക്ക് അല്ലെങ്കിൽ പ്രത്യേകിച്ചൊരു ശിവജി നഗറിലെ നാനാജാതി മതസ്ഥർക്ക് ഈ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തി ഇത്രമേൽ കൂടാൻ കാരണം 1898 ഈ ഒരു പ്രദേശത്ത് മുഴുവൻ വലിയ രീതിയിലുള്ള പ്ലേഗ് ബാധിച്ചു. നിരവധി പേര് മരിച്ചു.
ഈ ഒരു സമയത്ത് ഇവിടെയുള്ള നാനാജാതി മതസ്ഥരും മുസ്ലിംസും ഹിന്ദുക്കളും ക്രൈസ്തവരുമെല്ലാം സഹായത്തിനായിട്ട് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലേക്ക് ഓടി വന്നു. അവർ മാതാവിനോട് പ്രാർത്ഥിച്ചവരെല്ലാവരും തന്നെ ഈ പ്ലേഗിൽ നിന്ന് മുക്തി നേടി എന്നതാണ് ചരിത്രം. ഇതിനെ തുടർന്ന് ഇവിടെയുള്ള ആളുകൾ ഈ മാതാവിനെ പ്ലേഗ് മാരിയമ്മ എന്നും ആരോഗ്യ മാതാവും എന്ന് വിളിക്കാൻ തുടങ്ങി.